इतने ज़्यादा नहीं, थोड़ा है, थोड़ा ले लो, गरम है। കൊള്ളാലോ ഇത്. അങ്ങനെ ഗുഡ് മോർണിംഗ്. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി. ഇനി ഇവിടുന്ന് പൂനെക്ക് പോകണം. പൂനെക്ക് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? പൂനെക്ക് നോക്കട്ടെ കേട്ടോ. പൂനെക്ക് 88 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇനി പൂനെ എത്തിയിട്ട് കാണാം. നല്ല തണവുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണവാ. സംഭവം വിളിച്ചൊക്കെ വന്നു തുടങ്ങി, പക്ഷേ തണവ് പോയിട്ടൊന്നുമില്ല. ഇന്നലെ 98 കിലോമീറ്റർ ആയിട്ട് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ചവിട്ടി കാരണം കുറച്ച് ഉഷാറുണ്ടാവും, ഇനി വലിയ ശല്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. ഇന്നലെ കാലുവേദനയൊക്കെ ഉള്ള കാരണം ബാമൊക്കെ വെച്ചിട്ട് സ്പ്രേ ഒക്കെ അടിച്ചിട്ട് കിടന്നതാ. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇതിപ്പോൾ ചവിട്ടാനും പറ്റുന്നില്ല, ആകെ പെട്ട അവസ്ഥയായി. ഇപ്പം സമയത്ത് 8:30 ഉണ്ടാവാറായി, എന്നിട്ട് 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടില്ല. ഇന്നലേക്ക് ഇന്ന് പൂനെക്ക് എത്താൻ പറ്റുകയാണോ? പൂനെക്ക് എത്ര 80 സംതിങ് കിലോമീറ്ററാണ് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നേ. എങ്ങനെയെങ്കിലും എത്താൻ പറ്റുക സുഖമായി. കണ്ടറിയാം എവിടം വരെ എത്തുന്നുള്ളത്. അങ്ങനെ വയ്യാണ്ടായി. നേരെ കിട്ടിയ സ്ഥലത്ത് തന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ നേരെ കിട്ടിയ കടയുടെ സൈഡിൽ പോയിട്ട് നേരെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് കയ്യിലാണെന്ന് മാഗി ഉണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പുറത്തെ കടയിൽ നിന്ന് ഒരു 4 മുട്ടയും വാങ്ങിച്ചു. 4 അല്ല 3 മുട്ടയും വാങ്ങിച്ചുള്ളൂ. അങ്ങനെ നേരെ കടയുടെ സൈഡിൽ ഇരുന്നിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പാത്രം ചായ ഉണ്ടാക്കുന്ന പാത്രം, ഇതിൽ മുട്ട കൊട്ടി പിടിക്കുക. ആകെ സീനാണ് മുട്ട ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ. നോക്കുമ്പോൾ അപ്പുറത്തെ ആൾക്കാരൊക്കെ ഇതുവരെ വീട്ടിൽ പോലും ഫുഡ് ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല. ഉണ്ട് അതേപോലെയാണ്. ഒരു പിന്നെ ആകെ ഡൗട്ടായി, സ്റ്റവ് എവിടുന്ന് കിട്ടുക, അത് എവിടുന്ന് കിട്ടുക, ഇത് എവിടുന്ന് കിട്ടുക. അങ്ങനെ വീട്ടിൽ നോക്കിയിരിക്കുന്നുണ്ട്. ഞാനെച്ചാൽ മറ്റേ വലിയ ഷെഫിൻ്റെ പോലത്തെ പരിപാടി ഞാൻ അവിടെ ചെയ്യണേ. ഇവിടെ നോക്കുന്നുണ്ട്. നമുക്കാച്ചാൽ നാണം വരും ചെയ്യും. നമ്മളാച്ചാൽ തട്ടിക്കൂട്ട് ഇത് കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിരിക്കണേ. ഇവരഞ്ചാൽ നോക്കി ഇത് കരിയിപ്പിക്കുന്നുള്ള അവസ്ഥയായി. അങ്ങനെ മുട്ടയൊക്കെ ഉണ്ടാക്കി വേഗം ഉണ്ടാക്കി നോക്കുമ്പോൾ പ്ലേറ്റില്ലേ, പ്ലേറ്റ് ഇന്നലെ രാത്രി വരുമ്പോൾ പ്ലേറ്റ് പൊട്ടി. അങ്ങനെ എന്ത് ചെയ്തു, ഇത് മൂടിയൊക്കെയുള്ള ഒരു മൂടി ഉണ്ടായിരുന്നു. അതൊന്നും കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഇയാളെച്ചാൽ നോക്കിയിരിക്കണ കാരണം ഇത് മൊത്തം പുറത്തേക്ക് പോവുക. പിന്നെ അയാൾ പോയിട്ട് ഞാൻ പിന്നെ അതിൽ തന്നെ എടുത്തിട്ടു. വേറെ എന്താ ചെയ്യുക, വേറെ ഭാഗമൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഇങ്ങനെ ഓഫാക്കിയിട്ട് നോക്കുമ്പോൾ ഇത് പാത്രത്തിൽ ഇടണമല്ലോ. അതാണ് ഏറ്റവും വലിയ ചടങ്ങ്. അങ്ങനെ നോക്കുമ്പോൾ ആ ഷീറ്റിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് 3 ആൾക്കാർ വേറെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അതാണ് തീരെ സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെ നേരെ മൂടിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മൂടി വെക്കാൻ പറ്റില്ല. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ചെരിഞ്ഞു വീഴും. അപ്പോൾ അതൊരു മറ്റേ ഗ്യാസ് വെക്കണതിൻ്റെ ഒരു കവറുണ്ടായിരുന്നു. ആ കവറിൽ നേരെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പാത്രം ഇറക്കി വെച്ചു. എന്നിട്ടാണ് തരണേ. അപ്പോൾ പാത്രം കൊണ്ട് ചെരിയില്ലല്ലോ. അങ്ങനെ മാഗി വെച്ച് കഴിഞ്ഞാൽ പോണേക്കാളും മുന്നേ വാങ്ങിച്ചുള്ളതാണ്. ഇപ്പോൾ ഒരാഴ്ചക്ക് മുന്നേ കൊണ്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ആദ്യം 2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ബാക്കിയോട്ടിരിക്കുന്നത്. പിന്നെ കേടാക്കി കളയണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയത്. നോക്കുമ്പോൾ മാഗി മൊത്തം പൊടിഞ്ഞൊരു പരിപാടി. അങ്ങനെ 2 പിടി എടുത്തിട്ട് എനിക്ക് എത്ര അളവൊന്നും അറിയില്ല. അങ്ങനെ മസാലയും പൊട്ടിച്ചിട്ടു, ഒന്നും നോക്കിയില്ല. പിന്നെ അവിടെ നിന്ന് ഉണ്ടാക്കി. അതിന് കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം വലിയ ശല്യം ഉണ്ടായില്ല. കാറ്റുണ്ടെങ്കിൽ ഏറ്റവും വലിയ തരടി. ഇത് കത്തണമെന്നും അറിയില്ല. ആകെ കിടലും കത്തലും ഇത് മാത്രമേ ആവും. അങ്ങനെ മുട്ട കുത്തിപ്പൊരിച്ചതും മാഗിയൊക്കെ ഏകദേശം ആവാറായി തുടങ്ങി. മാഗിക്ക് മൂടാൻ പാത്രമില്ലാത്ത ഇറങ്ങി കുറച്ച് ടൈം എടുത്തൊന്നായി വരാൻ. മാഗിയുടെ മൂടണ പാത്രത്തിലാണ് വെച്ചാൽ മുട്ട കുത്തിപ്പൊരിച്ച് വെച്ച് കൊടുക്കുക. പിന്നെ മൂടാൻ വേറെ സ്ഥലമില്ല. അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ട മൊത്തം പോകും. അങ്ങോട്ടില്ല ഉണ്ടാവും ഏറ്റവും സാധനം. അങ്ങനെ മുട്ട ഇതും കൂടി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോകാനായി സാധനങ്ങൾ. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ഇരുന്നിട്ട് തിന്നുക. പ്ലേറ്റും ഇല്ല. അപ്പോൾ ആ പാത്രത്തിൽ 5 മിനിറ്റ് വെച്ചു ആദ്യം ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഇതിൻ്റെ അടുത്ത് കഴിക്കലായി. നോക്കുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ 5-8 നേരമൊക്കെ തിന്നുമ്പോഴേ ഒരു വില ഉണ്ടായിരുന്നില്ല. അമ്മേ ചോറ് ഇത് വർത്താനം നടന്നു. അപ്പം എന്താ കഴിക്കണ കഴിപ്പ് നോക്കി എവിടെ ഇരിക്കണേ നോക്ക്. മറ്റേത് സോഫയിൽ ഇരുന്നിട്ട് കഴിക്കുള്ളൂ. അപ്പം എന്താ കിട്ടിയോടത്ത് ഇരുന്ന് തിന്നുക. എല്ലാ ഫുഡിനും നല്ല ടേസ്റ്റ് ഇപ്പോൾ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല രസമുണ്ടാണ് സംഭവം. ചെറുതായിട്ട് അടിയിൽ കരി പിടിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാത്രമല്ല കാണണമല്ലോ, നമ്മൾ മാത്രമല്ല ടേസ്റ്റ് പറയണോ. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടയുടെ തൊലിയുണ്ട്. പേടി കളയാം. മുട്ടയുടെ തൊലി ഇപ്പോൾ ഒരു കണ്ടഞ്ഞൂറ് പൊക്കത്തൊക്കെ ഇടാൻ നൈസായി. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു.
ഇനി അടുത്തുള്ള പെട്രോൾ പമ്പ് നോക്കണം. പെട്രോൾ പമ്പ് ചാർജ് ചെയ്യും. ഇവിടെ കിടക്കാൻ സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ചാർജ് ചെയ്യാനുണ്ടായി. അത് കാരണം ഇവിടുന്ന് പോവാം. സ്ഥലമാണ് അങ്ങനെ ഒരു പെട്രോൾ പമ്പ് സെറ്റായി. സമയം എത്രയായി? 12 മണി ചെയ്യാം. 11:45. അപ്പോൾ ഇന്നലത്തെ ഡ്രസ്സൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ നേരെ വെയിലത്ത് തുറന്ന് വെച്ചു. എന്നിട്ട് നേരെ ഉണങ്ങാട്ടുണ്ട്. ഇനി 2 മണി 2:30 ആകുമ്പോഴേക്കും ഉണങ്ങിയ ബയ്യം. വെള്ളം ഉണ്ട് അതിൽ, വെള്ളം കുറച്ചുള്ള വെള്ളം എടുക്കണം. അങ്ങനെ ഇവിടുന്ന് ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ എടുക്കാനുള്ള ഒരു ചെറിയ സെറ്റപ്പൊന്നുമില്ല. ഇവിടെ വന്ന് നേരെ ഇതിൽ കയറി കിടന്നു. അതന്നെ. അങ്ങനെ ഇനി ഒരു 2 മണി 2:30 ആകുമ്പോൾ പോകണം. അപ്പം ശരി. അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ ഉള്ള റൂമുണ്ട്, ഇവിടെ തൽക്കാലം സ്ലീപ്പിംഗ് ബാഗിട്ട് കിടന്നു പറഞ്ഞു. ഇവിടെ ആകുമ്പോൾ സുഖമാണ് കെടുക്കാൻ, ചാർജ് ചെയ്യാനും സ്ഥലമുണ്ട്, കെടുക്കാനും കുഴപ്പമില്ല. പക്ഷെ ഉറക്കമുണ്ട്, ചുണ്ണാമ്പായി ഫുള്ള് ഉറക്കം. ഇനിയിപ്പോൾ 2 മണി 2:30 ആകുമ്പോഴേക്കും എനിക്ക് പോകാൻ നോക്കണം. എന്താ ചെയ്യുക? പിന്നെ ഇവിടെ ഒന്നും കൂടി കിടന്നുറങ്ങും കുറച്ച് നേരം കൂടി. അങ്ങനെ ഇതിനുള്ളൊരു ഫാനൊക്കെ ഉണ്ട്, പക്ഷെ ഫാനൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ഇവിടെ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞു പോവാൻ നോക്കാം. ഇനി അമ്മ നല്ല വെയില. സമയം എത്രയായി? 2:45. 2:45 വെയിലിനൊരു കുറവില്ല കേട്ടോ. പിന്നെ ബാർബിക്കാവും തോന്നുന്നുണ്ട്. നോക്കാം എന്താവുന്നു. ഇതൊക്കെ ലൂസായില്ലാവും. കുറുമ്പനുണ്ട് പൂനെ ഇത് നെറ്റ് കിട്ടുന്നില്ലേ? BSNൻ്റെ ഒരു കഥയില്ലല്ലോ. ഇപ്പം ലോണാക്കി വയ്ക്കേണ്ടി വരും തോന്നുന്നുണ്ടല്ലോ. കൊള്ളാം. അതൊക്കെ भाई केला कितना? केला किलो 20 किलो 20 किलोमीटर. केला कितना बोला? हाँ कितना? 50 रुपये 60 रुपये 70 रुपये. कितना? 50 60 70. ये 30 रुपये का दे दो. 30 रुपये का आधा. പിള്ളേർ കളിയാലോ. ഇതിപ്പോൾ ഞാൻ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കണ്ടതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമ്പില്ലേ, കരിമ്പ് പിഴിഞ്ഞിട്ട് അത് ശർക്കര ആക്കിയിട്ട് പ്ലേറ്റിലാക്കിയിട്ട് കൊടുക്കണ പരിപാടിയാണിത്. അത് ഞാൻ നോക്കുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ആദ്യം നോക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കരിമ്പ് അപ്പുറത്ത് അതൊരു ക്രഷർ പോലത്തെ ഇട്ടിട്ട് ചെറിയ ചെറിയ പീസായിട്ട് അരിച്ചിട്ട് അത് മെൽറ്റാക്കി എടുക്കും. എന്നിട്ട് അത് ആ വലിയ ഇതിലിട്ടിട്ട് കുഴമ്പ് പോലെ കണ്ടില്ലേ, അതിങ്ങനെ വരട്ടിയിട്ട് കട്ടയാക്കും. എന്നിട്ട് കട്ടയാക്കിയിട്ടാണ് ആ ചൂട് പാത്രത്തിൽ ഒഴിക്കണത്. എന്നിട്ട് അത് കുറച്ച് ഉണങ്ങുമ്പോൾ പക്ഷെ ഇത് ചൂടാറിയിട്ടില്ല കേട്ടോ. ഇത് ആ പാത്രത്തിൽ ചുവന്ന പാത്രത്തിൽ കിട്ടുന്നത് അപ്പുറത്ത് വെച്ചിട്ടുള്ള കണ്ടില്ല, അങ്ങനെ കട്ടോളായിട്ട് കിട്ടുക. ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ഈ ശർക്കര ഇങ്ങനെ ഉള്ളത്, പക്ഷേ ഇത് ഉണ്ടാക്കി ഇടുന്നത് ഇപ്പോഴാണ് കാണണേ.
സംഭവം നല്ല ചൂടുള്ളതാ. ആ ചൂടോടക്കാൻ എടുത്തിട്ടാണ് പാത്രത്തിൽ ഇടണേ. അങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറ സൈഡിൽ കിടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് മൊത്തമായിട്ടുള്ളൊരു വീഡിയോ കാണിക്കുകയായിരുന്നു. ഇത് നല്ല രസമുണ്ട്. പക്ഷേ എന്തോരം വിറക് കിട്ടുക കത്തിക്കണ വെച്ചിട്ട് ഇത് കുറച്ചും നല്ലത്. പക്ഷേ വലിയ ഇതെന്ന് പറയില്ലേ, കുറച്ച് ആൾക്കാരുള്ള ചെറിയ പരിപാടിയാണ് കൊണ്ടത്. എനിക്ക് തന്നെ വലിയ ഫാക്ടറി ഒക്കെ ഉണ്ട് വേറെ സ്ഥലത്ത്. इतने ज़्यादा नहीं, थोड़ा है. थोड़ा ले लो, गरम है. കൊള്ളാലോ സാധനം ഇത്. ഞാൻ പോണ വഴിക്ക് കണ്ടതാണ് ഈ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ആള് കേരളത്തിലേക്ക് റൈഡ് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ IAS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, എന്നിട്ട് ഇൻഡോ അത്ലറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ സ്റ്റേ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നാളെ അവിടെ പോയി സ്റ്റേ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇന്നേക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നാളെ അവിടേക്ക് പൊക്കോണ്ട് അവിടുത്തെ ആളെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിക്കുകയും ചെയ്തു. ആള് നാരങ്ങ മിഠായി, കപ്പലിൻ്റെ മിഠായി, വെള്ളം, കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ആൾക്ക് കേരളത്തിൽ വന്നപ്പോൾ അങ്ങനത്തെ ഒരു ട്രീറ്റ് ആയിരുന്നു കേരളത്തിൽ നിന്ന് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് അതേപോലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാന്നുണ്ട് ആള്. तुम इधर ही है महाराष्ट्र? महाराष्ट्र पुणे. भैया अच्छा लगा देखा मैं आपको. हाँ. अरे बाप रे, कैसे का मगर इधर मैं पुणे चलेगा इधर है. पुणे में? हाँ. केरला से कितना दिन लगा? 22 और 23 डेज. ऑल इंडिया ट्रैवलिंग करने का. हाँ. नाम क्या है? साइकिल. किधर जाने का? ऑल इंडिया ट्रैवल करने का. पूरा. हाँ. कितना दिन लगेगा? 23. ऑल इंडिया घूमने वाले? हाँ ऑल इंडिया. इलेक्ट्रिक है? इलेक्ट्रिक नहीं है भैया? नहीं नॉर्मल है. कब निकले आप? प्लानिंग नहीं है. प्लानिंग. അമ്മോ എന്തൊക്കെ കഷ്ടപ്പാടാണ് പാരൻ്റ് അയക്കാൻ നമുക്ക്. हाँ ये ट्राई करने के मिलेगा. ये टेस्ट करने का. ये टेस्ट करने का. कितना? एक टेस्ट करने का. हाँ. करो. ये क्या बोला? अंजीर. कितना बनता है? नहीं ये സാധനം ഒരു രസമില്ലല്ലോ. ഇതെന്തൊരു അഞ്ചീറ ഇത്? മറ്റേ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ടാവുന്ന സാധനമല്ലത്. अरे बाय बाय. വഴിക്കൊരു ആക്സിഡന്റ് ഉണ്ടാണ്. രണ്ടാൾ ബൈക്കുമ്പോൾ വണ്ടി അടിച്ചാണ്. ഒരു മൊട്ട തലേൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ആളെ തലയൊക്കെ പൊളിഞ്ഞിട്ട് ആകെ ചോര വരുന്നുണ്ട്. പിന്നെ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ നടുക്കൊരു ആളിരിക്കുന്നുണ്ട്. അത് പറഞ്ഞാൽ ആള് വണ്ടി ഇടിച്ചു കഴിക്കുന്ന ആളുടെ ബോധം പോയി. മരിച്ചിട്ടുള്ളൊന്നല്ല, ആൾ ചിലപ്പോൾ പേടിച്ചിട്ടാവും. പക്ഷേ ആളെ എത്ര വിളിച്ചിട്ട് ആളെ എനിക്കുന്നില്ല. ആളെ കുറേ ആൾക്കാർ അടിക്കണൊക്കെ ഉണ്ട്, മുഖത്തൊക്കെ അടിച്ചിട്ട് എനിപ്പിക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ആൾ രക്ഷയില്ല, എനിക്കുന്നില്ല.
പിന്നെ അധികം നേരം നിന്നില്ല അവിടെ, തിരക്ക് കൂടി തുടങ്ങി. പിന്നെ മെല്ലെ വിട്ടുവിടുന്നു. സമയമായി പെട്രോൾ പമ്പിലേ കയറി ചോദിക്കുക, തരുവാണോ പുതിയ പെട്രോൾ പമ്പ് അതുകൊണ്ട് ശരിയൊന്നറിയില്ല, ഒന്നഴിക്കാൻ അട്ടി വിടുകയാണോ കണ്ടറിയാം എന്താവും എന്നുള്ളത്. ചോക്കട്ടെ എന്തായാലും. भाई एक दिन रात इधर रह नहीं सकते हैं? रात में रह नहीं सकते हैं? ये साइड में उधर पार्किंग है। हाँ इधर रहो, उधर होगा तो गाड़ी के ऊपर। हाँ നല്ല ആൾക്കാരാ. ചെന്ന വഴിക്കന്നെ കിടന്നോന്ന് പറഞ്ഞു, അതൊന്നും നോക്കില്ല. പമ്പിലത്തെ ചേട്ടന്മാരഞ്ച് വന്ന് ചോദിക്കേണ്ട താമസമുള്ളൂ. പുള്ളിക്ക് നേരെ എവിടെയാ അഞ്ച് കിടന്നു പറഞ്ഞു. ആദ്യം പറഞ്ഞു ടോയ്ലറ്റിൻ്റെ സൈഡ് അവിടെ കിടക്കണ്ടായിരുന്നു. കുറച്ച് കഴിയും പറഞ്ഞു ഇവിടെ കുണ്ടുണ്ട്, അപ്പോൾ ഇപ്പുറ സൈഡിൽ മാറി കിടന്നു പറഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം നേരെ കയറി കിടന്നു. ഇനി ഇവിടുന്ന് പൂനെക്ക് എത്ര 25 കിലോമീറ്റർ ഉണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് എത്ര 37 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് മറ്റേ വഴിയിൽ നിന്ന് കണ്ട ഒരാളുണ്ടായിരുന്നു, ആൾ മറ്റേ IASൻ്റെ ഓഫീസുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ടെൻ്റ് അടിച്ച് സാധനങ്ങളൊക്കെ ഇറക്കി. അധികം ഇരുട്ടാവണമെന്നൊന്നുമില്ല, വേഗം ടെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കും. ഞാൻ അവിടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കെടുക്കായിരുന്നു കേട്ടോ. കെടുക്കണ നേരത്തൊരു ചേട്ടൻ വന്നിട്ട് ഒരു പൊതി നിറച്ച് ഫുഡ് അങ്ങനെ പറഞ്ഞു, പമ്പിൻ്റെ ആൾ തരാൻ പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം. എന്താ റൊട്ടിയാണ് ഇത്? പൊറാട്ടയല്ലേ? 3 പൊറാട്ടയാ അത്? 3-4 പൊറാട്ടയാ? നമുക്ക് എങ്ങനെ കഴിക്കാനാ? ഇതെന്നിട്ടാ റൈസ്, എന്തോ ഒരു ഗ്രേവി കറിയാണ്. എന്നിട്ടാ തൈര്, കടലക്കറി, ഇത് പരിപ്പിൻ്റെ എന്താ കറിയാണോ? എന്താ ഇവിടെ നോക്കിയൊരു കുന്ന സാധനങ്ങളാലൊന്ന്. പമ്പിൻ്റെ ഓണർ ഇതാണ്, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ്. നല്ല ചേട്ടന്മാര്. പൊറാട്ടയും കടലക്കറി, പിന്നെ അതിൻ്റെ ചെറുപയർ ഉപ്പേരിയാണ് ഉണ്ടത്. ചെറുപയറല്ല, പയറ്. പൊറോട്ട കഴിച്ചു, പിന്നെ റൈസും. എന്തോരം കറി ഇതിൽ തീരുന്നില്ല, ഒരു കുന്ന സാധനങ്ങളുണ്ട്.